നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. SSLC ഇംഗ്ലീഷ് പരീക്ഷയ്ക്കുള്ള നിങ്ങളുടെ തയ്യാറെടുപ്പതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. നാളെ നിങ്ങൾ എക്സാം എഴുതാൻ പോവുകയാണ്. നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടാകും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും പഠിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ മക്കളെ കുറച്ച് സമയം കൂടി ബാക്കിയുണ്ട്, വേഗം പോയി പഠിക്കുക. നാളെ രാവിലെ ഒന്നും കൂടി റിവൈസ് ചെയ്യുക, പരീക്ഷ ഹാളിലേക്ക് കയറുക. ഈ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് പരീക്ഷ ഹാളിൽ നിങ്ങൾ വരുത്താൻ പാടില്ലാത്ത ചില മിസ്റ്റേക്കുകളാണ്. ഞാൻ ഈ പറയുന്ന ഒരു 3-4 ടൈപ്പ് മിസ്റ്റേക്കുകൾ നിങ്ങൾ അവിടെ വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ A+ സാധ്യതകളെ അത് ബാധിക്കും. നിങ്ങളുടെ മാർക്ക് കുറയാനുള്ളൊരു സാധ്യതയുണ്ട്. അത് സംഭവിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഒരുപാട് വീഡിയോകൾ നിങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ പെട്ടെന്ന് കാര്യത്തിലേക്ക് കിടക്കാം. കുട്ടികളെ, പരീക്ഷ ഹാളിൽ പേപ്പർ ആൻസർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വരുന്ന ചില മിസ്റ്റേക്കുകളുണ്ട്. ഈ ഒരുപാട് വർഷങ്ങളായിട്ട് ഇംഗ്ലീഷിൻ്റെ ഉത്തര പേപ്പർ നോക്കിയൊരു അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. അതിൽ ഒന്നാമത്തത് ഈ 5 മാർക്കിൻ്റെയും 6 മാർക്കിൻ്റെയും 7 മാർക്കിൻ്റെയും ഒക്കെ ചോദ്യങ്ങൾ, അതായത് പാരഗ്രാഫായിട്ടും 2-3 പാരഗ്രാഫുള്ള ഷോർട്ട് എസ്സേ ആയിട്ടും ഒക്കെ എഴുതേണ്ട ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുന്ന സമയത്ത് അതിലെല്ലാ ചോദ്യങ്ങളും നിങ്ങൾ പഠിച്ചു പോയതൊന്നായിരിക്കണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയമില്ലാതെ നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത ചോദ്യങ്ങളും വരും, അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത ലെറ്ററോ അല്ലെ ഡയറിയോ ഒക്കെ വന്നേക്കാം. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെ സ്വന്തം ഭാഷ എഴുതാൻ തുടങ്ങും. അങ്ങനെ നിങ്ങൾ എഴുതി വന്നൊരു പകുതിയൊക്കെ ആകുമ്പോൾ ബാക്കി എന്താ എഴുതേണ്ടതെന്നുള്ളത് കിട്ടില്ല. കാരണം ഇംഗ്ലീഷ് എല്ലാ കുട്ടികൾക്കും ഒരുപോലെ അങ്ങ് സുഖമായിട്ട് എഴുതാൻ കഴിയുന്നൊന്നുമല്ല. കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് കുട്ടികൾക്കൊക്കെ. ഒരു പകുതി മുക്കാൽ പകുതിയൊക്കെ കഴിയുമ്പോൾ ബാക്കി ഇപ്പം എന്താ എഴുതുക, ഒരു ഐഡിയയും കിട്ടുന്നില്ല, വേർഡ്സ് കിട്ടുന്നില്ല എന്നൊക്കെ കരുതി നിങ്ങൾ എഴുത്ത് അവിടെ നിന്ന് പോകും. അങ്ങനെ വരുമ്പോൾ കുട്ടികൾ ചെയ്യുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, കുറച്ച് സ്ഥലം വെറുതെ അവിടെ ഇട്ടേക്കും, ഒഴിച്ചിട്ടേക്കും, ബ്ലാങ്ക് ആക്കി ഇട്ടേക്കും. അതായത് പിന്നെ എക്സാം എഴുതി കുറച്ച് കഴിഞ്ഞിട്ട് ആ ഓർമ്മ വരുമ്പോൾ അവിടെ എഴുതാന്നുള്ള ധാരണയിൽ. ഈ ബൈഹാർട്ട് പഠിക്കുന്നവരുടെ പ്രത്യേകത തന്നെയാണ്. ബൈഹാർട്ട് പഠിച്ചത് പകുതി വെച്ച് മറന്നാൽ ബാക്കി പകുതി സ്പേസിൽ ഓർമ്മ വരുമ്പോൾ എഴുതാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? പലരും ചെയ്യുന്ന ചെറിയ കാര്യമാണ്, പലരല്ല കുറച്ച് കുട്ടികളെങ്കിലും ചെയ്യുന്ന കാര്യം മംഗ്ലീഷിലങ്ങ് എഴുതി വെക്കും. ഇത് രണ്ടും നിങ്ങൾ ചെയ്യാൻ പാടില്ല. നിങ്ങൾ മാക്സിമം നിങ്ങളുടേതായ രീതിയിൽ എഴുതി തീർക്കാൻ നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എല്ലാ ചാപ്റ്ററിൻ്റെയും ഒരു സമ്മറി ജസ്റ്റ് മൈൻഡിൽ, ചെറിയ സമ്മറി ജസ്റ്റ് മൈൻഡിലൊന്ന് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും കാരണവശാൽ ഇങ്ങനെയുള്ള പാസേജുകളുടെ ഉത്തരം എഴുതി പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, നിങ്ങൾക്ക് പതിന്ന് അങ്ങോട്ട് ഒരു രക്ഷയുമില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ആ ചാപ്റ്ററിൻ്റെ ഈ സമ്മറി അതിനോട് മെർജ് ചെയ്തുകൊണ്ട് ആ ഉത്തരം വൃത്തിയിൽ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ മണ്ടത്തരം കാണിക്കരുത്, ബ്ലാങ്ക് ആക്കി ഇടാനോ അല്ലെങ്കിൽ മംഗ്ലീഷ് എഴുതി വെക്കാനോ പോകരുത്. ഓക്കെ, അങ്ങനെ ചെയ്താൽ നിങ്ങൾക്കത് മാർക്ക് തീരെ കിട്ടാത്ത അവസ്ഥ വരും. മറിച്ച് നിങ്ങൾ എഴുതിയതിൻ്റെ കൂട്ടത്തിൽ സമ്മറിയും കൂടിയൊക്കെ ആകുമ്പോൾ ഏകദേശം ഒരു ഉത്തരമായിട്ട് വരികയും ഒരു പക്ഷേ നിങ്ങൾക്ക് അതിന് കുറച്ച് നല്ല മാർക്ക് കിട്ടാൻ സാധ്യതയും വരും. ഓക്കെ, എന്ന് വെച്ച് എല്ലായിടത്തും പോയിട്ട് സമ്മറി എഴുതിയാൽ പോരട്ടോ. ഞാൻ പറയുന്നത് രക്ഷയില്ലെങ്കിൽ മാത്രം ചെയ്യേണ്ട കാര്യമാണ് ആ ആൻസർ കംപ്ലീറ്റ് ചെയ്യാൻ. ഓക്കെ, രണ്ടാമത്തെ കാര്യം, പല കുട്ടികളും ചെയ്യുന്നൊരു കാര്യമുണ്ട്. നമുക്കറിയാം ഗ്രാമർ ചോദ്യങ്ങൾ, അതായത് എഡിറ്റിങ്, കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യൽ, ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ഫ്രേസൽ വെർബ്സ്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളിൽ ക്വസ്റ്റ്യനിൽ ഒരു പാസേജ് തന്നെ കൊടുത്തിട്ടുണ്ടാവും. അതിൽ അവിടെ എവിടെയായിട്ട് ABCD എന്ന് പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ആൻസർ എഴുതാനുണ്ടാവുക, ഫില്ല് ചെയ്യാനോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനോ ഒക്കെ ഉണ്ടാവുക, അല്ലേ? കോൺവെർസേഷൻ ആണെങ്കിൽ അവിടെ എവിടെയൊക്കെ ഫില്ല് ചെയ്യാനുണ്ടാവും. പല കുട്ടികൾ എന്ത് ചെയ്യും? ആ പാസേജ് മൊത്തം എഴുതി വെക്കും. എഡിറ്റിങ്ങിൻ്റെ ആ 4-5 ലൈനുള്ള മൊത്തം എഴുതി വെക്കും. ഫ്രേസൽ വെർബിനെ മൊത്തം ക്വസ്റ്റ്യൻ എഴുതി വെക്കും. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ചെയ്യേണ്ടത് ABCD എന്നിട്ടുകൊണ്ട് ആ ആൻസറുകൾ മാത്രം, ആ 1 വേർഡ് ആൻസറുകൾ മാത്രം അവിടെ എഴുതിയാൽ മതി. അല്ലാതെ കംപ്ലീറ്റ് ആയിട്ടൊന്നും നിങ്ങൾ എഴുതി വെക്കരുത്. അങ്ങനെ എഴുതി വെച്ചാൽ 2 കുഴപ്പങ്ങളുള്ളത്. ഒന്ന്, നിങ്ങളുടെ സമയം നഷ്ടപ്പെടും. നിങ്ങൾക്ക് ഒരുപാട് സമയം നഷ്ടപ്പെടും. ഇതെല്ലാം കൂടി എഴുതണമെങ്കിൽ നിങ്ങൾക്ക് 1-2 പാരഗ്രാഫ് എഴുതുന്ന സമയം വേണം, വേണ്ടേ? ആ സമയം മൊത്തം നിങ്ങൾക്ക് നഷ്ടപ്പെടും. അപ്പോൾ അവസാനത്തേക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഉത്തരം എഴുതാൻ കഴിഞ്ഞില്ല എന്ന് വരും. രണ്ടാമത്തെ കാര്യം, ആൻസർ പേപ്പർ നോക്കുന്ന ആൾക്ക് അത്ര പോസിറ്റീവായിട്ട് ഇമ്പ്രഷൻ ആയിരിക്കില്ല ഉണ്ടാവുക. കാരണം ഒരു ആൻസർ കണ്ടുപിടിക്കാൻ നിങ്ങൾ എഴുതിയ മൊത്തം പാസേജും ഇരുന്ന് വായിക്കേണ്ടി വരും. ഇനി അങ്ങനെ പാസേജായിട്ട് മൊത്തം എഴുതിയേ പറ്റുമെന്നുണ്ടെങ്കിൽ ആൻസർ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. അണ്ടർലൈൻ ചെയ്യാതെ ഒരുപാട് കുട്ടികൾ നേരെ ഉത്തരം അടക്കി അങ്ങ് എഴുതി വെക്കും. അപ്പോൾ നിങ്ങൾ ABCD എന്നിട്ട് ആ ആൻസർ മാത്രം, 1 വേർഡ് ആൻസർ മാത്രം എഴുതി വെച്ചാൽ മതി. ഓക്കെ, മൂന്നാമത്തെ കാര്യം, ഇതും ഈ 5, 6, 7 മാർക്ക് ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. 5, 6, 7 മാർക്ക് ചോദ്യങ്ങൾ വരുമ്പോൾ, ഡയറി, ലെറ്റർ, നോട്ടീസ്, റൈറ്റപ്പ്, നറേഷനൊക്കെ വരുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ ഇതൊക്കെ ഒരുപാട് മാർക്കുള്ള ചോദ്യങ്ങളാണ്, അതിനോട് ഒരുപാട് സമയം ഇതിനു വേണ്ടി ചിലവഴിക്കണം എന്ന രീതിയിൽ ഒരു പരീക്ഷയുടെ ഒരു 2.5 മണിക്കൂർ ഉണ്ടെങ്കിൽ 1.25 മണിക്കൂറും ഈ ചോദ്യങ്ങളുടെ ഉത്തരമായിട്ടിരിക്കും. അല്ലെങ്കിൽ 2 മണിക്കൂറും ഈ ചോദ്യങ്ങളുടെ ഉത്തരം തന്നെ ഒരുപാട് എഴുതി, ഒരു പാസേജ്, ഒരു പേജ് എഴുതുന്നിടത്ത് 2 പേജ്, 2 പേജിനടുത്ത് 4 പേജും എഴുതിക്കൊണ്ട് നിങ്ങൾ ഒരുപാട് സമയം ചിലവഴിക്കും. എന്നിട്ട് അവസാനം ഈ 1 വേർഡ് ഗ്രാമർ ഉത്തരങ്ങൾ, അതേപോലെ തുടക്കത്തിലുള്ള പാസേജ് വായിച്ച് അതിൽ നിന്നും ഒരു സെൻറ്റൻസിൽ ഉത്തരം എഴുതാനുള്ള കാര്യങ്ങളൊക്കെ അവസാനത്തെ 1/2 മണിക്കൂർ കൊണ്ട് ചാടിക്കയറി വേഗം എഴുതിയൊക്കെ നോക്കും. ഗ്രാമറിനൊക്കെ നമുക്ക് കുറച്ച് സമയം കൊടുത്ത് ആലോചിച്ച് ഉത്തരം എഴുതേണ്ട കാര്യങ്ങളാണ് ഗ്രാമറൊക്കെ. തിരക്കിട്ട് എഴുതി കഴിഞ്ഞാൽ തെറ്റാൻ ഏറ്റവും അധികം സാധ്യത ഉള്ളത് ഗ്രാമറാണ്. കാരണം ഗ്രാമറിൽ ഒരു വേർഡ് തെറ്റിയാൽ ഒരു മാർക്കാണ് പോവുക, അല്ലേ? നിങ്ങളൊരു ഒരു ഡയറി ഒരു ലെറ്റർ എഴുതുമ്പോൾ അതിൽ 1-2 വേർഡ്സ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മാർക്ക് പോയില്ല. പക്ഷേ ഗ്രാമർ 1 വേർഡ് ആൻസറാണ്. ആ ഒരു വേർഡ് തെറ്റിയാൽ ഒരു മാർക്ക് പോയി. 1 വേർഡ് ആൻസറിന് 4 മാർക്കാണ്. അതിൽ 2 തെറ്റിയാൽ 2 മാർക്ക് അങ്ങ് പോയി, അല്ലേ? സോ സമയം കുറച്ചുകൂടി അധികം ഗ്രാമറിന് നിങ്ങൾ കൊടുക്കണം.
നിങ്ങൾ 40 മാർക്കേ നിങ്ങൾക്ക് ഈ അപ്രീസിയേഷനും ഡയറിയും ലെറ്ററും നോട്ടീസും എല്ലാം കൂടി എഴുതിയാൽ മൊത്തം കിട്ടുക 40 മാർക്കാണ്. ബാക്കി 40 മാർക്ക് ഗ്രാമറും ഈ പറയുന്ന ടേബിൾ നോക്കിയിട്ട് ആൻസർ എഴുതാനുള്ളതും അല്ലെങ്കിൽ തുടക്കത്തിലുള്ള പാസേജ് വായിച്ച് 1 സെൻറ്റൻസിൽ ഉത്തരം എഴുതാനുള്ളതും പോയം വായിച്ച് ഉത്തരം എഴുതാനുള്ളതിനൊക്കെയാണ്. അതുകൊണ്ട് അത് നിങ്ങളുടെ മനസ്സിൽ വേണം. ആ ചോദ്യങ്ങൾക്കും കൃത്യമായ സമയം കൊടുത്ത് ആലോചിച്ച് ഉത്തരം എഴുതുന്നതിന് സമയം നിങ്ങൾ കൊടുക്കണം. അല്ലാതെ എല്ലാ സമയവും നിങ്ങൾ ഈ പാസേജുകളും മറ്റും ഈ പറയുന്ന പാരഗ്രാഫ് ഉത്തരങ്ങളും റൈറ്റപ്പും ഡയറിയും ഒന്നും എഴുതാൻ മാത്രമായിട്ട് ചിലവഴിക്കരുത്. രണ്ടിനും ആവശ്യമുള്ള സമയം കൊടുത്ത് തന്നെ നിങ്ങൾ എഴുതണം. ഓക്കെ. 4-മത്തത് ശ്രദ്ധക്കുറവ്. ഇംഗ്ലീഷ് എക്സാം ഹാളിൽ ഏറ്റവും അധികം കാണുന്ന ഒരു കാര്യമാണ് ശ്രദ്ധക്കുറവ്. എന്താണെന്നറിയോ? ഒരു പുരുഷനെ കുറിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ ഹി എന്നും, സ്ത്രീയെ കുറിച്ചിട്ടാണ് പറയുന്നത് ഷീ എന്നും, അല്ലെങ്കിൽ ഹിസ്, ഹെർ, ഇതൊക്കെ നമുക്കറിയാം. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതി വെക്കുന്ന കുട്ടികൾക്ക് LKG പഠിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? ഒരു ശ്രദ്ധയും ഇല്ലാതെ ഹിസിന് പകരം ഹെർ എഴുതി വെക്കും, ഹീക്ക് പകരം ഷീ എഴുതി വെക്കും, ഈസിന് പകരം വാസ് എഴുതി വെക്കും. പിന്നെ സ്ഥലങ്ങളുടെ പേര് എഴുതുമ്പോൾ ഒരു സെൻറ്റൻസ് തുടങ്ങുമ്പോൾ ക്യാപിറ്റൽ ഉപയോഗിക്കാതിരിക്കും. ഇതൊക്കെ ചെയ്യുമ്പോൾ പേപ്പർ നോക്കുന്ന ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് വളരെ നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടാവും. സോ ശ്രദ്ധക്കുറവ് പാടില്ല. എഴുതുമ്പോൾ അത്തരത്തിലുള്ള സില്ലി മിസ്റ്റേക്കുകൾ വരുത്താതെ നിങ്ങൾ എഴുതണം. നിങ്ങൾ വേഗത്തിൽ ശ്രദ്ധയില്ലാണ്ട് എഴുതിയോണ്ടാണ് അങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ വരുമ്പോഴും നിങ്ങൾക്ക് മാർക്ക് അവിടെ ഇവിടെ കുറയാൻ സാധ്യതയുണ്ട്. സോ ആ മിസ്റ്റേക്കുകൾ നിങ്ങൾ വരുത്താൻ പാടില്ല. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേണം നിങ്ങൾ പരീക്ഷ എഴുതാൻ. കൂടുതൽ വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.